എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ വെള്ളൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു വിളിപ്പാട് അകലെ ഇവിടെ ഒരു പ്രകൃതി ജീവനം, അതായത് നേച്ചുറൽ ലിവിങ് ഹോം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് നമ്മുടെ ഡോക്ടർ രമേശനും അദ്ദേഹത്തിൻ്റെ പ്രിയഭഗ്നി ബിന്ദുവും ചേർന്ന് നടത്തുന്നതാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, അതായത് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, മറ്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ. ഇത് നമ്മുടെ ഡോക്ടർ രമേശൻ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പും നമ്മുടെ ഡോക്ടറെ പരിചയപ്പെടുത്തണം, ഡോക്ടറുടെ വൈഫിനെ പരിചയപ്പെടുത്തണം, നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശങ്കരചേട്ടൻ. ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ 40 വർഷമായിട്ട് ശ്വാസം മുട്ടലായിരുന്നു അല്ലേ? ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു, ഒത്തിരി ചികിത്സ ചെയ്തതാണ്. എല്ലാ സംവിധാനങ്ങളും, വൈഫും മക്കളും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ശ്വാസം മുട്ടൽ വന്നിട്ട് ഒരുപാട് ചികിത്സ ചെയ്തിട്ട് കുറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയാൽ പോലും നമുക്ക് വൈഷമ്യങ്ങൾ കുറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഈ പ്രകൃതി ചികിത്സ നല്ലതാണെന്ന് എൻ്റെ ഒരു സ്നേഹിതൻ വഴി മനസ്സിലായി. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഏറ്റവും ഗ്രാമീണ അന്തരീക്ഷം, ഒരു ആശ്രമ അന്തരീക്ഷം, ജീവിതം എന്തെന്നും ജീവനം എന്തെന്നും മനുഷ്യൻ്റെ പ്രാണശക്തിയുടെ ബലം എന്തെന്നും ഇവിടെ ഡോക്ടറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. സത്യത്തിൽ ഈ നേച്ചർ ലൈഫ് ഹോമിൽ ഈശ്വരൻ സൂര്യപ്രകാശ രൂപത്തിലും വായു രൂപത്തിലും വെള്ള രൂപത്തിലും എല്ലാം മനുഷ്യ ശരീരത്തിൽ അത്ഭുതകരമായ പ്രവൃത്തിയിലൂടെ രോഗശമനം സിദ്ധിക്കുന്നു. ശരീരമാണ് പ്രകൃതി. ആ പ്രകൃതി ശരീരത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ രോഗശമനം സിദ്ധിക്കുന്നു എന്ന ഒരു ദൂതാണ് ഇവിടെ ലഭിച്ചത്. അല്ല, ഇപ്പം എങ്ങനെയുണ്ട്? ആശ്വാസം എങ്ങനെയുണ്ട്? ഇവിടെ വരുമ്പോഴുണ്ടായിരുന്ന എല്ലാവിധ മരുന്നുകളും ഞാൻ മാറ്റിവെച്ചു. എൻ്റെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ജീവൻ്റെ പ്രവൃത്തികളുമാണ് ശരീരത്തിൽ നിന്നുള്ള രോഗം മാറ്റുന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മരുന്നുകൾ അത്രയും ഒഴിവാക്കി. വിശ്രമം എന്തെന്നും വ്യായാമം എന്തെന്നും അതിലൂടെ വരുന്ന മാറ്റങ്ങൾ എന്തെന്നും അനുഭവിച്ചറിയാൻ ഇടയായി. ഇവിടെ മറ്റാശുപത്രികളിൽ പോലെ കാണുന്ന ഒരു ജനപ്പെരുപ്പവും തിക്കും തിരക്കും ഒന്നുമില്ല. ആശ്വാസവും വിശ്രമവും എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ വന്നതുകൊണ്ട് ഉപകരിച്ചു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ, നേച്ചുറോപ്പതി, ഇങ്ങനെ എല്ലാവിധ സിദ്ധാന്തങ്ങളിലൂടെയും കടന്നുപോയ എനിക്ക് ഒരു ശുഭാപ്തി വിശ്വാസം കിട്ടിയത് ഈ നേച്ചർ ലൈഫ് ഹോമിൽ വന്നതിന് ശേഷമാണ്. നമുക്ക് മരുന്നിനെ ഭയപ്പെടേണ്ട, മറ്റു ഡോക്ടർമാരുടെ സമയങ്ങൾ നോക്കേണ്ട, പൊതുജനം എന്തു പറയും എന്നുള്ള യാതൊരു ആശങ്കയും ഒഴിവായി കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സിദ്ധി. മറ്റൊരു കാര്യം, ജീവിതകാലം മുഴുവൻ ഇൻഹേലറും മറ്റു ഗുളികകളും സേവിക്കണമെന്ന ഡോക്ടർമാരുടെ ഉപദേശം വെറും പൊളിയാണെന്നും പൊള്ളയാണെന്നും എനിക്ക് മനസ്സിലായി. രോഗം മാറ്റുന്നത് നമ്മുടെ പ്രാണശക്തിയാണെന്നും പഥ്യമായ ഭക്ഷണം പാലിച്ചാൽ രോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ലഭിച്ചു. ഡോക്ടർ രമേശൻ്റെ സംയോജിതമായ കൗൺസിലിങ്ങും ഉപദേശങ്ങളും പഥ്യമായ സഭ്യമായ രീതിയിലുള്ള ഇടപെടലുകളും ഏറ്റവും അനുഗ്രഹീതമാണ്. ഒപ്പം ഇവിടെ നടത്തുന്ന യോഗാ രീതികളും വളരെ ലളിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാലിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് രോഗഭേദഗതിക്ക് വളരെ ഉപകരിക്കുന്നുണ്ട്. ജീവശക്തിയുടെ മുന്നേറ്റം നമുക്ക് സ്വാദിഷ്ടമായി അനുഭവിക്കാനും ഭയത്തെ ഒഴിവാക്കാനും കഴിഞ്ഞു. ഈ നേച്ചർ ലൈഫ് ഹോമിലെത്തിയാൽ ആർക്കും സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ അനുഭൂതി ലഭിക്കും എന്നെനിക്ക് അനുഭവവേദ്യമായി. രോഗികളെ ആകർഷിക്കുന്ന ആശുപത്രികളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉപദേശം, ജീവിതകാലം മുഴുവൻ ഇൻഹേലർ എടുക്കണം, ശ്വാസകോശം 10% പ്രവർത്തിക്കുന്നുള്ളൂ എന്നതാണ്. അത് എന്നെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നും മുക്തി തരാനുള്ള ഉപദേശം ഈ നേച്ചർ ലൈഫിൽ കിട്ടി. സത്യത്തിൽ
പ്രകൃതി എന്താണെന്നും പ്രകൃതി ജീവനം എന്താണെന്നും ബോധ്യമാക്കുന്ന അനുഭവമാണ് ഈ നേച്ചർ ലൈഫ് ഹോമിൽ നിന്നും എനിക്ക് അറിയാനിടയായത്. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ആരോഗ്യ പ്രതിസന്ധിയാണ്. ഈ ആരോഗ്യ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആധുനിക സമൂഹത്തിൽ ഇന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രോഗമെന്ന് പറഞ്ഞാൽ ശരിക്ക് ചികിത്സാ ലോകത്തിനെ സംബന്ധിച്ചുള്ള അതൊരു വലിയ ബിസിനസ്സാണ്. ആ ബിസിനസ്സിലൂടെ കൂടുതൽ വരുമാനം ആർജിക്കുക എന്നുള്ളതാണ് ചികിത്സാ രംഗത്ത് കൂടുതൽ കണ്ടുവരുന്നത്. എന്നാൽ നമ്മളിവിടെ ചികിത്സിക്കുമ്പോൾ ചികിത്സ എന്ന സംഭവം ഇല്ലെന്നുള്ളതാണ് എനിക്ക് വസ്തുത. സ്വയം ചികിത്സിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത യന്ത്രമാണ് ജീവശരീരം. ആ സ്വയം ചികിത്സിക്കാൻ കഴിവുള്ള അത്ഭുത യന്ത്രത്തിന് അനുകൂലമായൊരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ അത് നിലവിലുള്ള എല്ലാ തരം രോഗങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചെടുക്കും. ഇപ്പോൾ ഒരു രോഗം വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ജീവിത ശൈലിയിലുണ്ടാകുന്ന തെറ്റുകളാണ്. ആ തെറ്റുകൾ എന്താണെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെ മാറ്റുകയും ചെയ്യുമ്പോൾ ആ രോഗത്തിൽ നിന്നും വളരെ വേഗത്തിൽ മോചനം നേടാനും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനും അവസരമുണ്ട്. ശരീരമെന്ന് സ്വയം വളരാനും സ്വയം പ്രതികരിക്കാനും സ്വയം കേടുപാടുകൾ തീർക്കുവാനും സ്വയം നവീകരിക്കുവാനും പരിസ്ഥിതിയുമായി സ്വയം പൊരുത്തപ്പെടാനും കഴിവുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വന്നാൽ അത് ചികിത്സിച്ച് മാറ്റുവാൻ ശരീരത്തിന് പുറമെ നിന്ന് ഒരു സഹായം ആവശ്യമില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ചികിത്സ ഉണ്ടാകേണ്ടത്. ഇതുകൂടാതെ നമ്മളുടെ ജീവിതം എങ്ങനെ ആരോഗ്യപൂർണമായി നയിക്കാൻ കഴിയുമെന്നുള്ള അറിവ് ഉണ്ടാകുന്നത് രോഗത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല, മറിച്ച് അത് ജീവനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും പഠിച്ചിട്ടാണ്. ജീവൻ എങ്ങനെ ഉണ്ടായി, അത് ഏത് സാഹചര്യത്തിലാണ് ആരോഗ്യത്തോടെ നിലനിൽക്കുന്നത്, ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് രോഗഭയമില്ലാതെ ജീവിക്കാൻ കഴിയും. രോഗം ഒരിക്കലും ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് രോഗം വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് സന്തോഷിക്കാനാണ് പറയുന്നത്. കാരണം രോഗം ശരീരത്തിൻ്റെ ശത്രുവല്ല, രോഗം ശരീരം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അപ്പോൾ ശരീരം സൃഷ്ടിക്കുന്ന ശരീരത്തിൻ്റെ ശത്രുവല്ലാത്ത രോഗം മാറ്റേണ്ട ഉത്തരവാദിത്വവും ശരീരത്തിന് തന്നെയാണ്. ആ ശരീരത്തിൻ്റെ ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ജീവൻ നിലനിൽക്കുവാൻ വേണ്ട ഘടകങ്ങൾ, പ്രകൃതി ഘടകങ്ങൾ, അത് ഏതാണെന്ന് നമുക്ക് ബോധ്യമാകണം. അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം സ്വീകരിച്ചുകൊണ്ടല്ലാതെ പ്രപഞ്ചത്തിൽ ഒരു ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൂടാതെ വരുന്നതാണ് വായു. ശുദ്ധവായു ഒരു ഘടകമാണ്, ശുദ്ധജലം മറ്റൊരു ഘടകമാണ്, ശുദ്ധമായ ഭക്ഷണം അല്ലെങ്കിൽ പൂർണ്ണ ആഹാരം മറ്റൊരു ഘടകമാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാട് ആരോഗ്യപൂർണ്ണമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനും പുറമെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തെ, കാരണം നമ്മൾ രോഗത്തെ ഭയപ്പെട്ടാൽ അവിടെ രോഗം ഓരോ നിമിഷം ചെല്ലുന്തോറും വഷളാകുകയും നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടി പോകേണ്ടിയും വരും. അതിനുവേണ്ടി നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിനായി നന്നായി വ്യായാമം ചെയ്യേണ്ടതുണ്ട്, നന്നായി വിശ്രമിക്കേണ്ടതുണ്ട്, നന്നായി ഉറങ്ങേണ്ടതുണ്ട്, മാനസിക നില ശരിയാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഔഷധങ്ങളുമില്ലാതെ ഏതൊരു രോഗത്തെയും സുരക്ഷിതമായി മാറ്റിക്കളയാൻ കഴിയുന്നത്. ഇപ്പം ഇവിടെ തന്നെ ഒരു പെൺകുട്ടി ഒരു പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ട് അത് വളരെ അപകടകരമായ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്ത് കുറഞ്ഞ ദിവസം കൊണ്ട്, വെറും 25 ദിവസം കൊണ്ട്, 9ൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഷുഗർ കയറി വന്നു അല്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തലകറങ്ങി വീണ് രോഗം എന്താണ് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുട്ടിക്ക് വളരെയധികം ഷുഗർ ലെവൽ കൂടുതലാണ്, ഹൈ ലെവലായി. 450ഓളം ഷുഗർ ലെവലായിരുന്നു.
അതിവിടെ വന്ന് ഭേദമായി പോയി ഇല്ലേ? അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ കുട്ടി ഇപ്പോൾ അത് വിശ്രമത്തിലായതുകൊണ്ട് നമ്മൾ ആ കുട്ടിയെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് കുട്ടിയെ പരിചയപ്പെടുത്താത്തത്. അപ്പോൾ അങ്ങനെ ആ കുട്ടി പ്രമേഹ രോഗബാധിതയായി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും അത് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുകയും ഒപ്പം തന്നെ ഗുളികകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും ആ കുട്ടിയുടെ പ്രമേഹം ഒരു 300-ൽ താഴെ ഫാസ്റ്റിംഗ് ഷുഗർ വന്നിട്ടില്ല. എന്നാൽ ഒരു വർഷത്തിന് മുകളിൽ ആ രോഗവുമായി ആ കുട്ടി വല്ലാത്ത പ്രതിസന്ധിയിൽ കടന്നുപോയി. അവസാനം ആ കുട്ടിയുടെ ഒരു അമ്മാവൻ്റെ നിർബന്ധം കൊണ്ട് ഇവിടെ വന്നു ചേരുകയും നമ്മളിവിടെ ഏണ്ട് 6 ദിവസം 7 ദിവസത്തെ ചികിത്സ കൊണ്ട്, ചികിത്സ എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ജീവന രീതി കൊണ്ട് ഇൻസുലിൻ നിർത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ മരുന്നും നിർത്താൻ കഴിഞ്ഞു. ആദ്യമൊക്കെ ഇൻസുലിനും ഗുളികയും ഇല്ലാതിരുന്നപ്പോൾ 300 വരെയൊക്കെ ഫാസ്റ്റിംഗ് ഷുഗർ വന്നിരുന്നെങ്കിലും അത് കുറഞ്ഞ് ഇന്നിപ്പോൾ സാധാരണ ഏത് ഭക്ഷണം കഴിച്ചാലും ഏതാണ്ട് 80-82-ൽ മാത്രം ഫാസ്റ്റിംഗ് ഷുഗർ നിൽക്കുകയും ഇപ്പോൾ എല്ലാ തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ആ കുട്ടിയിൽ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ ഇവിടെ തിരിച്ചു പോകും. അത് ഈ SSLC പരീക്ഷ എഴുതാനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. ട്രീറ്റ്മെൻറ്റ് പരിപൂർണമായിട്ടും ആയിട്ടില്ല എങ്കിലും അത് പരീക്ഷ കഴിഞ്ഞിട്ട് വരാമെന്ന ധാരണയും അതിപ്പോൾ പോവുക. ഇപ്പം നമ്മൾ എന്തിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ അങ്ങനെ ഇന്നതെന്നില്ല, എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വരുന്ന രോഗികൾ ഷുഗർ, പ്രഷർ, ക്യാൻസർ, ട്യൂമർ ഇതുപോലുള്ള രോഗങ്ങളാണ് കൂടുതൽ എത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എത്തേണ്ടവരല്ല, രോഗം വരുന്നതിന് മുമ്പാണ് അവിടെ ആളുകൾ എത്തേണ്ടത്. പക്ഷേ മറ്റു പല ചികിത്സാലയങ്ങളിൽ പോയി ചികിത്സിച്ചിട്ട് അവസാനം വേറൊരു രക്ഷാമാർഗം ഇല്ലെന്ന് വരുമ്പോഴാണ് നമ്മളെ തേടിയെത്തുന്നത്. അതുകൊണ്ട് നടുവേദനകൾ 2-3 മിനിറ്റ് കൊണ്ട് നമ്മൾ ചില കൈകാലുകളെ വലിച്ചു കുടഞ്ഞ് നേരെയാക്കി എടുക്കും. ചില മിക്കവാറും ആ ഒറ്റ പ്രവണ കൊണ്ട് തന്നെ നടുവേദന വർഷങ്ങൾ പഴക്കമുള്ള നടുവേദന മാറാറുണ്ട്. പക്ഷേ ഡിസ്കിൻ്റെ ചില ആ ഒരു ചെറിയ വേരിയേഷൻ ആയിരിക്കും അതിൻ്റെ രോഗം. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന കാര്യമുള്ളൂ. നടുവേദന മാറാൻ നിസ്സാര സമയം മതി. പക്ഷേ ചില പഴക്കം കയറി ഈ അപകടങ്ങളൊക്കെ പറ്റിയ നടുവേദനയാണെങ്കിൽ സമയമെടുക്കും. അതിന് കിടന്ന് ചികിത്സിക്കുന്നുണ്ട്. അല്ലാത്ത കേസാണെങ്കിൽ ഇവിടെ വന്ന് അപ്പം തന്നെ ചികിത്സ കഴിഞ്ഞാൽ പോകാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ആയിക്കോട്ടെ, പറഞ്ഞു. എനിക്ക് തലച്ചോറിൽ 3 ബ്ലോക്കുകൾ വന്നു. അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം, ആകെ വിഷയങ്ങളായിരുന്നു. മാനസികമായിട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു 15 ദിവസം കിടക്കാൻ പറഞ്ഞു. ഞാനിവിടെ വന്ന് കിടന്നു. എന്തിനു പറയുന്നു, ഞാൻ ഒരു മെഡിസിനും ഇല്ലാതെ ഇപ്പം നല്ല സുന്ദരമായിട്ട് കഴിഞ്ഞു വിടുകയാണ്. ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ നമ്മുടെ ശങ്കരചേട്ടനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷക്കാലമായിട്ട് ശ്വാസം മുട്ടലായിട്ട് ജീവിതം മടുത്തു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ എത്ര ദിവസമായി വന്നിട്ട്? ഇവിടെ കഴിഞ്ഞ് 1-ാം തീയതി വന്നതാണ്. അപ്പോൾ 1-ാം തീയതി പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ 17 ദിവസമായിട്ട് വളരെ ആശ്വാസമായിട്ട് നിൽക്കുകയാണല്ലേ. ജീവിതം എന്താണ് ഇപ്പം പഠിച്ചു? അദ്ദേഹത്തിന് ഇപ്പം ഇൻഹേലർ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. 2 നേരം ഇൻഹേലർ അല്ലേ, 2 നേരം ഇൻഹേലർ അത് ഇവിടെ വന്ന് അന്ന് തന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ പറഞ്ഞ മാതിരി മറ്റേ വലിയ തകരാറുകളൊന്നുമില്ല. പിന്നെ അതിൽ നിന്ന് കുറച്ച് ദിവസത്തെ ഇവിടുത്തെ ഒരു പരിശീലനം, ഇവിടെ ചികിത്സ എന്ന് ഞാൻ പറയില്ല, ചികിത്സ എന്ന് ഞാൻ പറയാറില്ല. കാരണം ഇവിടെ ജീവിതശൈലി പരിഷ്കരണമാണ് ഇവിടെ നടത്തുന്നത്. ആ ജീവിതശൈലി പരിഷ്കരിക്കുന്നതിൽ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കഴിവ് ആർജിക്കാനായിട്ട് കുറച്ച് ദിവസം കൂടെ നിൽക്കേണ്ടി വരും. രോഗം മാറാനല്ല, നമ്മൾ ആ ജീവിതശൈലി ഒന്ന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശീലനം നേടാൻ വേണ്ടി കുറച്ച് ദിവസം നിൽക്കേണ്ടി വരും. അതിനാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആസ്മ എന്ന് പറഞ്ഞ അവസ്ഥ ഇപ്പോൾ പുള്ളിക്ക് മരുന്നില്ലാതെ ഇപ്പോൾ സുഖമായിട്ട് ഇവിടെ നിലനിൽക്കാൻ കഴിയും. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇതൊരു വീഡിയോ ആയിട്ട് കാണരുത്. നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെപ്പറ്റി നമ്മുടെ ഡോക്ടർ ഒന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും അത് മാനസികമായിട്ട് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് സാറിനെ നിങ്ങൾക്ക് ഫോണിൽ വിളിക്കാൻ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ എത്തുക. അതല്ലെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ വിവരങ്ങൾ ചോദിക്കുക, അല്ലേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ഇവിടെ വന്ന് കിടന്ന്
ഈ ഒരു ജീവിതശൈലി പരിശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. കാരണം നമ്മളൊരു കോഴ്സിൽ ചേർന്നാൽ ആ കോഴ്സ് പാസ്സാകണമെങ്കിൽ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ മാതിരി അവൻ്റെ കഴിവ് പൂർണ്ണമായി എത്തി എന്ന് ബോധ്യപ്പെട്ടിട്ട് തിരിച്ചു പോകുമായിരിക്കും നല്ലത്. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ വരും. പിന്നെ ഇതെല്ലാം ശരീരത്തിന് സ്വയം ചികിത്സിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ ചികിത്സിച്ച് കാശും കളഞ്ഞ് ആരോഗ്യം കളഞ്ഞ് അവസാനം മാരകമായ രോഗങ്ങൾക്ക് അടിമ കൂടിയായി മാറുന്ന അവസ്ഥയാണെന്നുള്ളത്. അതിനാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, അതായത് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, മറ്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ. അപ്പം നമ്മൾ ഈ വീഡിയോ വിട പറയുകയാണ്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് വരും. നമസ്കാരം.